ലെച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ എന്തൊക്കെ ആണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഒരു ഗൈഡൻസ് ആയിട്ട് സ്വീകരിക്കുക. അപ്പോൾ നമുക്കിതില് നമ്മൾ ആദ്യം നോക്കുന്നത് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ദിവസത്തില് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കേണ്ടത് എന്നാണ്. ഓക്കെ, അപ്പോ അതിനുവേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഏതൊക്കെയോ ചില വ്യക്തികൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതൊരു പക്ഷെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, ഹസ്ബൻഡ്, വൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് സുഹൃത്തുക്കളായിരിക്കാം. അങ്ങനെ ചില വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ആളുകളൊക്കെ ആയിരുന്നിരിക്കാം. അങ്ങനെയുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് യൂണിവേഴ്സിന് അറിയാം. നമ്മള് ചില കാര്യങ്ങളൊക്കെ, നമുക്ക് അത്രയധികം ആഗ്രഹങ്ങൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ അതിനെ എനിക്കിത് വേണം എന്ന് പറഞ്ഞ് എപ്പോഴും ചേർത്ത് പിടിച്ച് വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ചേർത്ത് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ പല പ്രശ്നങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ എത്രയൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാലും നമ്മൾക്ക് അനുയോജ്യമായതല്ല എങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് അത് നമ്മളിൽ നിന്ന് മാറ്റുന്നതായിരിക്കും എന്നുള്ള ഒരു വാസ്തവം നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. അപ്പൊ ഇവിടെ മനസ്സിലാക്കാനുള്ളത്, അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഏതൊക്കെയാണോ വ്യക്തികൾ ഇറങ്ങിപ്പോയിട്ടുള്ളത് അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ലൈഫിൽ അവരുണ്ടായത് കൊണ്ട് നിങ്ങൾക്കിപ്പോ തോന്നാം അവര് നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു, അവരായിരുന്നു നിങ്ങളുടെ ലൈഫിന്റെ സന്തോഷം എന്നെല്ലാം നിങ്ങൾക്ക് ഈ ഒരു നിമിഷത്തിൽ തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതല്ല നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് എന്ന് യൂണിവേഴ്സിന് വളരെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് ആ വ്യക്തികളെ നിങ്ങളിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് യൂണിവേഴ്സിനോട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ്. കുറച്ച് വിഷമമുള്ള കാര്യമായിരിക്കാം, പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാവും. ഈ ഒരു വ്യക്തി എന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് മറ്റൊരു നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുപോലെ ചില വ്യക്തികൾക്ക് അവരുടെ ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളും ഇത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു പക്ഷെ ആ ജോലിയിൽ തുടർന്നും പോയി കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത് നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഇതിലും നല്ല ഒരു ജോലി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾ ചില എക്സാമിനൊക്കെ ഫെയിൽ ആയിട്ടുള്ളതായിട്ടോ, ക്വാളിഫയിങ് എക്സാമിന് ഫെയിൽ ആയിട്ടുള്ളതായിട്ടോ, അവരാഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് എത്താൻ കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആഗ്രഹിച്ച ഒരു ഹയർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നമുക്ക് ലഭിക്കാതിരുന്നതായിരിക്കാം, അഡ്മിഷൻ ലഭിക്കാതിരുന്നതായിരിക്കാം. അതുപോലെ ചില വ്യക്തികൾക്ക് അവരുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ലോസ് സംഭവിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇവിടെയെല്ലാം നഷ്ടങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾ തിരിച്ചറിയണം, പക്ഷെ ആ നഷ്ടങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതും കൂടെ ആയിരുന്നു. അതും കൂടെ എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട കാര്യങ്ങളാണ്, പക്ഷെ എങ്കിലും നിങ്ങൾക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഓർക്കേണ്ടത്, ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പോ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിത് അനുയോജ്യമായതല്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സ് അത് നിങ്ങളിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. ഇനി ഒരു പക്ഷെ അത് നിങ്ങൾക്ക് യോജിച്ചതാണെങ്കിൽ പോലും അത് ഇപ്പോ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഒരു ടൈം അല്ല. ഈ ഒരു സിറ്റുവേഷനോ ഈ ഒരു വ്യക്തികളോ എന്തു തന്നെയാണെങ്കിൽ ഇപ്പോ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടതല്ല. ഓക്കെ, അതുകൊണ്ടാണ് യൂണിവേഴ്സ് അതിനെ മാറ്റി നിർത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ വളരെയധികം ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം വിഷമ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അത് റിലേഷൻഷിപ്പ് ആയാലും ജോലി ആയാലും വിദ്യാഭ്യാസമായാലും എല്ലാം, ഈവൻ ഹെൽത്ത് കണ്ടീഷനിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം.
പക്ഷെ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെ നിങ്ങൾ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കരുത് എന്നുള്ള ഒരു പാഠം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു ജോലി സ്ഥലത്താണെങ്കിലും അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വീഴ്ചകൾ പറ്റിയത്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോയി, അത് നിങ്ങൾക്ക് ലഭിച്ചില്ല. ഓക്കെ, അതിൽ നിന്നും നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെ ഇതിൽ കൂടുതൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് എനിക്ക് നിലവിൽ പറ്റിയിട്ടുള്ള പാളിച്ചകൾ എന്നുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പ്രകടിപ്പിക്കുക. ഓക്കെ, അപ്പോ ആ ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വിഷമങ്ങളും ഡിസപ്പോയിന്റ്മെന്റും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടോ, അതെല്ലാം പൊയ്ക്കോട്ടെ. ഈ ഒരു നിമിഷം നിങ്ങൾക്ക് അത് അനുയോജ്യമായതല്ല. ഇനി നിങ്ങൾക്ക് അനുയോജ്യമായതാണെങ്കിൽ ആ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് തരും. അപ്പൊ ഇപ്പോ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവുക. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നതിന് നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ വിഷമിപ്പിച്ച, വേദനിപ്പിച്ച സിറ്റുവേഷൻ, അതുപോലെ വ്യക്തികൾ, അവരോടെല്ലാം നിങ്ങൾ ക്ഷമിക്കുക എന്നാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോ നിങ്ങൾ അതിനോട് വളരെയധികം വാശിയും വൈരാഗ്യവും പ്രതികാരവും ഒന്നും കാണിക്കാനോ ചോദിക്കാനോ പറയാനോ ഒന്നും പോവേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഇനി ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് എനർജിയാണ് റിലീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് എനർജിയിലേക്കാണ് നിങ്ങൾ ആവേണ്ടത് എന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ മനസ്സിലാവുന്നത്, നിങ്ങൾ ഇപ്പോ ഒരു മൊത്തത്തിൽ നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ, റിലേഷൻഷിപ്പ് ആണെങ്കിലും വർക്കിംഗ് കണ്ടീഷൻ ആയാലും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയാലും അങ്ങനെ ഏതൊരു സിറ്റുവേഷൻ ആയാലും നിങ്ങൾ ഇപ്പൊ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൂഡിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വളരെ പ്രശ്നങ്ങൾ മുൻപ് നിങ്ങൾ അനുഭവിച്ചു, പക്ഷെ ആ ഒരു വേദനകളിലൂടെ എല്ലാം കടന്നുപോയി നിങ്ങളിപ്പോ ഒരു തരം റിലാക്സ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് മെഡിറ്റേഷന്റെ പാതയിലൂടെ കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കുറെ പേര് ഭക്തിയിലേക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഈശ്വര ഭക്തിയിലേക്ക്, യൂണിവേഴ്സിനോടൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ സെൽഫ് കെയർ ഒക്കെ നിങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു റെസ്റ്റിംഗ് പീരീഡിലാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല ഒരു സിറ്റുവേഷൻ തന്നെയാണത്. ഓക്കെ, ഇത് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റിന്യൂവൽ ഉണ്ടാവാന് ഇത് വളരെയധികം നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇപ്പോ നിങ്ങൾ ഒരു തരം ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കാം. അതുപോലെ ആ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ അവിടെ നിങ്ങളുടെ സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു അവേക്കനിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പാത്ത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം യൂണിവേഴ്സിൽ അർപ്പിച്ചുകൊണ്ട് യൂണിവേഴ്സിന്റെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്നുള്ള ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ പോവേണ്ടത്. നിങ്ങൾ ഇതുവരെ ആ മോഡിലേക്ക് എത്താത്ത ആളുകൾ ഒന്ന് പോസ് ചെയ്യുക. ഓക്കെ, റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പുറകെ ചേസ് ചെയ്ത് പോകുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് നിർത്തുക. ഓക്കെ, ഒരു സ്പേസ് കൊടുക്കുക, വ്യക്തികൾക്ക് സ്പേസ് കൊടുക്കുക, മിസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു സിറ്റുവേഷൻ ആണെങ്കിലും എല്ലാം അവിടെയും നിങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കുക, ഒന്ന് റിലാക്സ്ഡ് ആയി സമാധാനമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ദിവസത്തില് നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ് ആണ് വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ 9 ഓഫ് സോർട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർഡിലൂടെ നിങ്ങളുടെ പാസ്റ്റ് സിറ്റുവേഷൻ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഊണും ഉറക്കവും ഇല്ലാതെ നിങ്ങൾ വേദനിച്ച്, അതുപോലെ തന്നെ ദുസ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുക, ഉറക്കമില്ലാതെ ആവുക, ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ആകെ വിഷമിച്ച് ഡിപ്രസ്ഡ് ആയി, അങ്ങനെയൊക്കെ ഉള്ളൊരു മോഡിലൂടെ തന്നെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അത് നമുക്ക് ആദ്യമേ കിട്ടി. നിങ്ങളുടെ കാർഡുകൾ, അതായത് നിങ്ങളുടെ പാസ്റ്റിലുള്ള സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു.
അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വളരെയധികം ഉത്കണ്ഠ, അതുപോലെ തന്നെ ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ഒരു ജോലി നഷ്ടപ്പെട്ട വ്യക്തികളാണെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യും, ഏത് രീതിയിൽ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, ആ തരത്തിലുള്ള ഒരു പേടി, അതുപോലെ എങ്ങനെ എൻ്റെ കുടുംബം മുന്നോട്ട് പോകും എന്നുള്ള ഒരു ടെൻഷൻ, അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവരാഗ്രഹിച്ച ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം എത്താത്തത് കൊണ്ട് അതിൽ ട്രൈ ചെയ്ത് മടുത്ത് എന്നിട്ടും ഒന്നും എത്താത്തതിന്റെ വളരെയധികം വിഷമം, അതായത് ആകെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ, കിടന്നാൽ ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയൊക്കെ ആയിരുന്നു നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. റിലേഷൻഷിപ്പിലായാലും ആ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഇനി എനിക്കൊരു ജീവിതം ഇല്ല എന്ന് തന്നെ ചിന്തിച്ച് അത്രയും വിഷമിച്ച് പോയിരുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഈ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ കഴിയുന്നു, സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നു. അതുപോലെ ഭാവിയിൽ വളരെയധികം പ്രതീക്ഷ നിങ്ങൾക്ക് വരുന്നു, പ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നു. അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സന്തോഷം, സമാധാനം, ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാനായിട്ട് പോകുന്നു. അപ്പൊ നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെ ആകുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് ഈ ഒരു ക്രിസ്മസ് കൊണ്ടുവരുന്നത്. ആ ഒരു ബ്ലെസ്സിങ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൂഡിലേക്ക് എത്തിയിരിക്കണം. ഇതുവരെ എത്താത്ത ആൾക്ക് ഒരു കുറച്ച് ആളുകളൊക്കെ ആ ഒരു പാത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ അവിടെ എത്താത്ത ആളുകളാണെങ്കിൽ ആ ഒരു മോഡിലേക്ക് നിങ്ങൾ എത്തുക. നിങ്ങൾ ചേസ് ചെയ്യുന്നത് നിർത്തി നിങ്ങൾ കൂളായിരിക്കുക. നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന, നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ആവശ്യം അത് നിങ്ങളിലേക്ക് വരണം. നിങ്ങൾ അതിനെ അട്രാക്ട് ചെയ്യുക, നിങ്ങൾ അതിന്റെ പുറകെ പോവാതിരിക്കുക. ആ ഒരു മോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരുന്നതായിരിക്കും. ഓക്കെ, അത് കുറച്ചും കൂടെ കൺഫേം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന ഫ്യൂച്ചർ കാർഡ്. ഫ്യൂച്ചർ കാർഡായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലവേഴ്സ് ആണ്. നോക്കൂ, എത്ര മനോഹരമായിട്ടുള്ള ഒരു കാർഡാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് ഇതൊരു റീയൂണിയൻ ആണ്. അതായത് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള വ്യക്തികൾ നിങ്ങളെ മനസ്സിലാക്കി മറ്റൊരു പുതിയൊരു എനർജിയിൽ നിങ്ങളിലേക്ക് വരിക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കുന്നതായിട്ട്, നെക്സ്റ്റ് ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റിലേക്ക് കടക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ പൂർണ്ണമായും പഴയ സിറ്റുവേഷൻ ഒഴിവാക്കി, പഴയ വ്യക്തികളെ ഒഴിവാക്കിയ ആളുകൾക്ക് ഇതൊരു പുതിയ സിറ്റുവേഷൻ ആണ്, പുതിയൊരു വ്യക്തിയാണ്, പുതിയൊരു ജോലിയാണ്, അതുപോലെ തന്നെ പുതിയൊരു കോഴ്സ്, അങ്ങനെ എല്ലാം ന്യൂ ആയിട്ടുള്ള ഒരു എനർജി. അത് നിങ്ങൾക്കൊരു സന്തോഷം, സമാധാനം, ഹാർമണി എല്ലാം തരുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ആ ഒരു ബാലൻസ് നിങ്ങളിലേക്ക് വരുന്നു. അതായത് മ്യൂച്വൽ ആയിട്ടുള്ള ഒരു റെസ്പെക്ട് നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ലവ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ധാരാളം പാഷൻ, അതായത് ഫിസിക്കൽ അട്രാക്ഷൻ, ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇമോഷണൽ മാത്രമല്ല, ഇമോഷണൽ ആണ്, ഫിസിക്കൽ ആണ്, സ്പിരിച്വൽ ആണ്. അങ്ങനെ എല്ലാ തരത്തിലും ഡീപ്പ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് ചില വ്യക്തികൾക്ക് പാടെ നിങ്ങളുടെ പാസ്റ്റ് സിറ്റുവേഷൻ, പാസ്റ്റ് പേഴ്സണെ ഒഴിവാക്കിയ വ്യക്തികൾക്ക് ഒരു ന്യൂ പേഴ്സൺ ആണ് വരുന്നത്. ചില വ്യക്തികൾക്ക് നിങ്ങളുടെ അതൊരു പാസ്റ്റ് പേഴ്സൺ, ഒരു റീയൂണിയൻ കാർഡും കൂടിയാണിത്. അപ്പോൾ പാസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ഒരു ന്യൂ എനർജിയിലാണ് അവർ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ടുഗദർനെസ് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് വീണ്ടും നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ പുതിയ വ്യക്തികളെ കാത്തിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ധാരാളം ചോയ്സസ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതിൽ അനുയോജ്യമായ നല്ല ഒരു ഡിസിഷൻ, നിങ്ങൾ കൃത്യമായ ആളുകളെ അനലൈസ് ചെയ്തുകൊണ്ട് നല്ല ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടവർക്കാണെങ്കിലും, അതുപോലെ അടുത്ത ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും എല്ലാം ധാരാളം ഓപ്പർച്യൂണിറ്റീസ്, ഇത് ചോയ്സസിന്റെ കാർഡും കൂടിയാണ്. ധാരാളം ചോയ്സസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ അവിടെ നിങ്ങൾ ഒരു റെസ്പോൺസിബിൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ
ആലോചിച്ചുകൊണ്ട് നല്ല ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ എന്തായാലും അവസരങ്ങൾ നിങ്ങൾക്ക് ധാരാളം വരുന്നുണ്ട്. അതിൽ നിന്നും കറക്റ്റ് ആയിട്ട് നിങ്ങൾ തീരുമാനിച്ച് ഒരു തീരുമാനമെടുത്ത് മുന്നിലേക്ക് പോവുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹാർമണിയും അബണ്ടൻസും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഫ്യൂച്ചർ കാർഡായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും കൂടി നമുക്ക് അവിടെ പറയാൻ വരുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിലേക്ക് തിരിച്ചെത്തുക. അപ്പോൾ എല്ലാം തകർന്ന് ഡിപ്രസ്ഡ് ആയി നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫ് ഒന്ന് പോസ് ചെയ്യുക. അവിടെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പ്രാർത്ഥന താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ അതിലേക്ക് പോകുക. അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ആ പാസ്റ്റ് സിറ്റുവേഷനിൽ നിന്ന്, അതിലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിന്ന് നിങ്ങൾ മുന്നിലേക്ക് വരുന്നുണ്ട്. വരുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ക്രിസ്മസ് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരിക. അപ്പൊ അവിടെ മുന്നോട്ട് വരാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിംഗിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. നിങ്ങൾ നാച്ചുറലി ഒരു ലീഡിങ് കപ്പാസിറ്റി ഒക്കെ ഉള്ള വ്യക്തികളാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും എല്ലാം കഴിവുള്ള ആളുകളാണ്. അപ്പോൾ അത് സിറ്റുവേഷനെ ആയിരിക്കാം, വ്യക്തികളെ ആയിരിക്കാം, എല്ലാം കൺട്രോൾ ചെയ്യാനും അതിനെ ഹാൻഡിൽ ചെയ്യാനും കഴിവുള്ള വ്യക്തികളാണ്. ആ ഒരു പവറിലേക്ക് നിങ്ങൾ തിരിച്ചെത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ വർക്ക്, അതുമായി ബന്ധപ്പെട്ട് എല്ലാം നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ആ ഒരു ക്ലിയർ വിഷനിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് വളരെ മെച്യൂർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ പാഷൻ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. റിലേഷൻഷിപ്പിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ, റിലേഷൻഷിപ്പ് മാത്രമല്ല നമ്മുടെ ജീവിതം, അതിൽ മറ്റ് അനേകം കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ, നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങളോട് താല്പര്യം ഉണ്ടാവാം. അപ്പൊ അതെന്താണ്, നിങ്ങളുടെ പാഷൻ എന്താണ്, അതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പൊ നഷ്ടങ്ങൾ സംഭവിച്ചതിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ കഴിവുകളിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ പാഷനിൽ ഫോക്കസ് ചെയ്യുക. അതിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അതിനെന്തൊക്കെയാണോ വേണ്ടത് ആ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് അതിനെ പരിപോഷിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ തന്നെയാണ് വരുന്നത്. അത് റിലേഷൻഷിപ്പിലായാലും, നിങ്ങളുടെ ഫിനാൻസിലായാലും, കരിയറിലായാലും, എഡ്യൂക്കേഷനിലായാലും എല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ എല്ലാ തരത്തിലും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആണ് ഈ ഒരു ക്രിസ്മസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്ലെസ്സിങ് ആയിട്ട് തരുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഒരു റീഡിംഗിൽ വീണ്ടും കാണാം.